നമസ്കാരം. ബിജു ചെറിയാൻ മണലേത്ത്, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ആറാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ, പ്രചോദിത നിയമം നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് പഠിക്കാം. ഒൻപതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആൻഡ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആവശ്യം ഒരു സെയിൽസ്മാൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ നമുക്ക് ആവശ്യമുള്ളത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്, കോൺഫിഡൻസ് ആണ്. കാരണം നമ്മൾ പറയാറുള്ള പോലെ വൈബ്രേഷൻ തിയറിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള പോലെ തന്നെ നമ്മൾ പുറപ്പെടുവിക്കുന്ന കോൺഫിഡൻസ് നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ കഴിയും. അപ്പം ആ ഒരു അതേ ഫ്രീക്വൻസിയിലോട്ട് എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ അവിടെ കച്ചവടം നടക്കുകയുള്ളൂ. അപ്പം നല്ല ആത്മവിശ്വാസത്തോടുകൂടി പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി ഈ കച്ചവടം നടക്കും. നമുക്ക് ഈ കസ്റ്റമേഴ്സിന് നമുക്ക് കൂടുതൽ വാല്യൂ കൊടുക്കാം, പ്രോഡക്ട്സിന് അപ്പുറത്തോട്ടുള്ള വാല്യൂ കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഇവരെ സഹായിക്കണം, ഇവിടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, നമ്മുടെ ആ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കസ്റ്റമേഴ്സ് നമ്മുടെ ദീർഘകാല കസ്റ്റമേഴ്സ് ആയിട്ടും അവർ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെയും നമ്മൾ കൂടുതൽ പങ്കാളികൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ പങ്കാളികളായി അവർ മാറുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മുടെ ബിസിനസ്സിൽ വളരെയധികം ആവശ്യമുള്ള ഒരു ഘടകമാണ്. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആൻഡ് പെർസിസ്റ്റൻസ് ആണ്. അതായത് ഫോളോ അപ്പും സ്ഥിര ഉത്സാഹവും. തീർച്ചയായിട്ടും ഫോളോ അപ്പും സ്ഥിര ഉത്സാഹവും നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും നമ്മുടെ നിത്യജീവിതത്തിലും വളരെയധികം ആവശ്യമാണ്. അതായത് നമ്മൾക്ക് എത്തിച്ചേരുന്ന ലീഡുകളായിക്കോട്ടെ, നമ്മുടെ ക്ലയൻസ് ആയിക്കോട്ടെ, ഉപഭോക്താക്കളായിക്കോട്ടെ, ഇവരെ നമ്മളൊരു വൺ ടൈം പർച്ചേസിന് അപ്പുറത്തോട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും അവർക്ക് നമ്മൾ കൊടുക്കുന്ന സർവീസിൽ അവർ സാറ്റിസ്ഫൈഡ് ആയോ എന്ന് അന്വേഷിക്കുകയും അവരിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കണം. നമുക്ക് തീർച്ചയായിട്ടും ഫോളോ അപ്പുകൾ ആവശ്യമാണ്. അതായത് ഒരു വൺ ടൈം പർച്ചേസ് കഴിഞ്ഞു, പിന്നെ നമുക്ക് ആ കസ്റ്റമേഴ്സ് എന്തെങ്കിലും വന്നോട്ടെ അല്ലെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിക്കൊണ്ട് അവർക്ക് നമ്മൾ കൊടുത്ത സർവീസിൽ അവർ തൃപ്തരാണോ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്താൽ അവരെ തൃപ്തരാക്കി എടുക്കാൻ കഴിയും. അപ്പൊ ഫോളോ അപ്പും ഫീഡ്ബാക്കും സ്ഥിരോത്സാഹവും പെർസിസ്റ്റൻസും നമ്മുടെ ലൈഫിലും നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും നമ്മൾ നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മുടെ ഒരു നിയമം, നമ്മുടെ ലൈഫിൽ ഒരു നിയമമാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ അല്ലെങ്കിൽ പ്രചോദിത നിയമം സെയിൽസിലും ബിസിനസ്സിലും വളരെ ആക്റ്റീവായിട്ട് പ്രയോഗിക്കേണ്ടതുണ്ട്. ടാർഗറ്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ലക്ഷ്യങ്ങളായിക്കോട്ടെ, നമ്മുടെ വാല്യൂസ് ആയിക്കോട്ടെ, ഇവൻ നമ്മുടെ ക്ലയൻസിന്റെ വാല്യൂസും അവരുദ്ദേശിക്കുന്ന റിസൾട്ടുമായിട്ട് പൊരുത്തപ്പെടണം. അപ്പം ഈ പറയുന്ന പല കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് ചലിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെ മുന്നോട്ട് ചലിക്കുന്നത് വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ വേണമെങ്കിൽ, നമുക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിനെ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ, പ്രചോദിത നിയമം നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന നിയമം നിങ്ങൾ പ്രാവർത്തികമാക്കി നിങ്ങൾക്ക് ബിസിനസ്സിലും സെയിൽസിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ബിസിനസ് തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾ പ്രയോഗിക്കുക. നിങ്ങൾക്ക് വിജയം ഉണ്ടാകട്ടെ. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.